ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പാസ്റ്റ് സബ്ജക്റ്റീവ് മൂഡ്. കഴിഞ്ഞ ലെസണിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡ് എന്താണ് എന്ന്. അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് പാസ്റ്റ് സബ്ജക്റ്റീവ് മൂഡ്. ഇത് ഒരു അഡ്വാൻസ്ഡ് ലെസൺ ആണ്. എക്സാം ഒക്കെ എഴുതുന്ന കുട്ടികൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു ലെസണാണിത്. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് സ്റ്റേറ്റ് ഓഫ് ബീയിങ്. സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുന്നത് എന്താ? ഞാൻ ഇവിടെയാണ്, നിങ്ങൾ അവിടെയാണ്, ഞാൻ ഒരു ടീച്ചർ ആണ്, നിങ്ങൾ ഒരു ടീച്ചർ അല്ല, ആ റൂം നീറ്റാണ്, ഞാൻ വളരെ ഓണസ്റ്റാണ്, അവൻ വളരെ കൈൻഡ് ആണ്. ഇങ്ങനെയൊക്കെ പറയുന്നത് എങ്ങനെയുള്ള ആളാണ്, അല്ലെങ്കിൽ അയാളുടെ പ്രൊഫഷൻ, അതല്ലെങ്കിൽ അയാൾ എവിടെയാണ്, ഇതൊക്കെ പറയുന്നതാണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഇത് നമ്മൾ കഴിഞ്ഞ ലെസണിലൊക്കെ പഠിച്ചതാണ്, സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്താണ് എന്ന്. ഇനി നമുക്ക് പാസ്റ്റ് സബ്ജക്റ്റീവ് മൂഡ്, അതിൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിൽ ഉള്ള സെൻറ്റൻസുകൾ എങ്ങനെയാണ് പറയുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് പാസ്റ്റ് സബ്ജക്റ്റീവ് മൂഡ് എന്ന് പറയുമ്പോൾ? പാസ്റ്റിലെ കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇതിനില്ല. അതിൻ്റെ പേര് പാസ്റ്റ് സബ്ജക്റ്റീവ് മൂഡ് എന്നാണെങ്കിലും നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു. ഇപ്പോൾ ഞാൻ ഫാറ്റ് ആണ് എന്ന് ഞാൻ പറയുകയാണ്. അതാണ് ശരിയായ ഒരു റിയാലിറ്റി. പ്രസൻറ്റ് മൊമെൻറ്റിൽ ഞാൻ ഫാറ്റാണ്, ഞാൻ ഫാറ്റായ ഒരാളാണ്, തടിയുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് തടി ഇല്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കുകയാണെങ്കിലോ സങ്കല്പിക്കുകയാണെങ്കിലോ അതാണ് പാസ്റ്റ് സബ്ജക്റ്റീവ് മൂഡ്. ഞാൻ ആശിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ സങ്കല്പിച്ച് നോക്കുകയാണ്, ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്നൊക്കെ പറയില്ലേ, അവനൊരു ടീച്ചർ അല്ലായിരുന്നെങ്കിൽ എന്ന്. ഇപ്പോൾ റിയാലിറ്റിയിൽ ഞാൻ വളരെ കൈൻഡായ ഒരു വ്യക്തിയാണ്, ഞാൻ കൈൻഡ് ആയിരുന്നില്ലെങ്കിൽ, ഞാൻ ഫാറ്റാണ് എങ്കിൽ, ഞാൻ ഫാറ്റ് ആയിരുന്നില്ലെങ്കിലോ എന്ന് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫാറ്റ് അല്ല, ഞാൻ ഫാറ്റ് ആയിരുന്നെങ്കിലോ എന്ന് ചിന്തിക്കുന്നത്. ഇതൊക്കെ അതായത് പ്രസൻറ്റ് മൊമെൻറ്റിൽ എന്താണോ അതല്ലാതെ ചിന്തിക്കുന്നത്, വേറൊന്ന് ചിന്തിക്കുന്നത്, അതാണ് പാസ്റ്റ് സബ്ജക്റ്റീവ് മൂഡ് എന്ന് മനസ്സിലാക്കുക. സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇനി അതിൻ്റെ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇമാജിനേഷൻ, സങ്കല്പത്തിലുള്ള കാര്യങ്ങൾ ഇമാജിൻ ചെയ്തുകൊണ്ട് പറയുമ്പോഴൊക്കെ നമുക്ക് വിഷ് എന്ന വേർഡ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇഫ് ഒൺലി എന്നുപയോഗിക്കാം, വുഡ് ദാറ്റ് എന്നുപയോഗിക്കാം. ഇങ്ങനെയൊക്കെ വേറെ വഴികളും ഉണ്ട്. പക്ഷേ കൂടുതലായിട്ടും ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് വിഷ് എന്നാണ്. അപ്പോൾ അത്തരം സെൻറ്റൻസുകൾ തന്നെ നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ് നമ്മൾ എക്സാമ്പിൾസ് നോക്കുന്നത്. ഞാൻ ഇപ്പോൾ റിയാലിറ്റിയിൽ ഞാൻ ടോൾ അല്ല, പൊക്കമുള്ള ആളല്ല. പൊക്കമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കുന്നു, ഞാൻ ആശിക്കുന്നു. അപ്പോൾ ഐ വിഷ്, ഞാനല്ലേ ആശിക്കുന്നത്, അല്ലെങ്കിൽ ഞാനല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഐ വിഷ് ഐ വേർ ടോൾ. ഐ വേർ ടോൾ. നോക്കൂ, ഞാൻ പൊക്കമുള്ള ആളായിരുന്നെങ്കിൽ എന്ന് ഞാൻ സങ്കല്പിക്കുകയാണ്. അത് ഇമാജിനറി സിറ്റുവേഷനാണ്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറയാം. ഐ വിഷ് ഐ വേർ ടോൾ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഐ വിഷ് എന്നുപയോഗിച്ചു, പിന്നെ സബ്ജക്റ്റ് ഉപയോഗിച്ചു, പിന്നെ ഉപയോഗിച്ചത് വേർ എന്നാണ്. വേർ, ഐ അല്ലേ സബ്ജക്റ്റ്, അപ്പോൾ വാസ് എന്നല്ലേ ഉപയോഗിക്കേണ്ടത് എന്ന് ചിന്തിക്കും. പക്ഷേ ഐ വേർ ടോൾ എന്ന് തന്നെയാണ് ഇത്തരം സെൻറ്റൻസുകളിൽ ഉപയോഗിക്കേണ്ടത്. ഐ വേർ ടോൾ. ആം, ഈസ്, ആർ ഒക്കെ നമുക്ക് വേർ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആശിക്കുന്നു. എന്താണ് ആശിക്കുന്നത്? അവൻ കുറച്ച് കൈൻഡ് ആയിരുന്നെങ്കിലെന്ന്, ദയുള്ള ആളായിരുന്നെങ്കിലെന്ന്. അപ്പോൾ റിയാലിറ്റിയിൽ അവൻ ഒരു ദയുള്ള ആളല്ല. പ്രസൻറ്റ് മൊമെൻറ്റിലെ കാര്യമാണ്. ഇപ്പോൾ അവൻ ദയുള്ള ആളല്ല. അപ്പോൾ ഞാനൊന്ന് ആശിച്ചു പോവുകയാണ്, ഞാനൊന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. എന്താണ് ആഗ്രഹിച്ചു പോകുന്നത്? ഐ വിഷ് ഹീ വേർ കൈൻഡ്. ഹീ വേർ കൈൻഡ്. നോക്കൂ, ഹീ കഴിഞ്ഞിട്ടും വേർ തന്നെയല്ലേ ഉപയോഗിച്ചത്. ഏത് സബ്ജക്റ്റ് ആണെങ്കിൽ ഐ വേർ, ഹീ വേർ, ഷീ വേർ, ഇറ്റ് വേർ, അങ്ങനെയൊക്കെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും വേർ തന്നെ ഉപയോഗിക്കുക. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ വാസ് ഉപയോഗിക്കാറുണ്ട്, അത് ഉപയോഗിക്കുകയും ചെയ്യാം സ്പോക്കൺ ഇംഗ്ലീഷിൽ. പക്ഷേ എക്സാമിൻ്റെ കാര്യം വരുമ്പോൾ എപ്പോഴും വേർ തന്നെ ഉപയോഗിക്കുക. ഇനി ഐ വിഷ് എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ആശിച്ചു പോകുന്നു എന്നൊക്കെയാണ്.
ഐ വിഷ് എന്നതിന് പകരം ഇപ്പോൾ അവൻ ആഗ്രഹിച്ചു പോകുന്നു അല്ലെങ്കിൽ അവൻ ആശിക്കുന്നു എന്നൊക്കെ ആണെങ്കിൽ ഹീ വിഷസ്, ഷീ വിഷസ് എന്നൊക്കെ ഉപയോഗിക്കാം. ഒരു വസ്തു കാണുമ്പോൾ, ഒരു ബോക്സ് അവിടെ ഇരിക്കുന്നു, ആ ബോക്സ് കാണുമ്പോൾ അത് ആകെ റസ്റ്റായിട്ട് ആകെ നീറ്റ്നെസ് ഇല്ല അത് കാണുമ്പോൾ. അപ്പോൾ ഞാൻ ആ ബോക്സ് ഒന്ന് നീറ്റായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഇപ്പോൾ അത് ഒട്ടും നീറ്റ്നെസ് ഇല്ലാതെ അവിടെ ഇരിക്കുകയാണ്, അതിൻ്റെ പുറത്തൊക്കെ ആകെ പൊടി പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഐ വിഷ് ഇറ്റ് വേർ നീറ്റ്, ഇറ്റ് വേർ നീറ്റ്. നോക്കൂ, ഇറ്റ് അത് ഒരു ബോക്സിനെ പറ്റിയാണ് പറയുന്നത്, പക്ഷേ അവിടെ വേർ ഉപയോഗിക്കുക. നീറ്റായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് യു വേർ ഹിയർ, ഞാൻ ആഗ്രഹിക്കുന്നു എന്താണ്, യു വേർ ഹിയർ, നിങ്ങൾ ഇവിടെ ആയിരുന്നെങ്കിൽ. അപ്പോൾ ഇവിടെ ഇല്ല, ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾ ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ് ഐ വിഷ് യു വേർ ഹിയർ. ഇപ്പോൾ പ്രസൻറ്റ് ടൈമിൽ ഐ ആം നോട്ട് എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ അല്ല, പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നു ഐ വിഷ് ഐ വേർ എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ ആയിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ആണ് നമ്മൾ ഇതുപോലെ സങ്കല്പിക്കുന്നത്, അത് മറക്കരുത്. അപ്പോൾ ഐ വേർ, അങ്ങനെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും വേർ ഉപയോഗിക്കുക, അതും ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത്, ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിലെ എക്സാമ്പിൾസൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തത് സ്റ്റേറ്റ് ഓഫ് പൊസഷൻ. സ്റ്റേറ്റ് ഓഫ് പൊസഷൻ എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്. ഹീ ഹാസ് എ ബൈക്ക്, അവനൊരു ബൈക്കുണ്ട്. ദേ ഹാവ് എ ബിഗ് ഹൗസ്, അവർക്ക് വലിയ ഒരു വീടുണ്ട്. അങ്ങനെ പൊസഷൻ സ്വന്തമായി ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് സ്റ്റേറ്റ് ഓഫ് പൊസഷൻ എന്ന് പറയുന്നത്. അവിടെ സബ്ജക്റ്റ് അനുസരിച്ച് നമ്മൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കും. പക്ഷേ പാസ്റ്റ് സബ്ജക്റ്റീവ് മൂഡ് വരുമ്പോൾ എങ്ങനെയാണ് അവിടെ വ്യത്യാസം വരുന്നത് നോക്കാം. ഇപ്പോൾ എനിക്ക് ഒരു ബൈക്ക് ഇല്ല, അതാണ് റിയൽ ആയിട്ടുള്ള കാര്യം. എനിക്ക് പ്രസൻറ്റ് മൊമെൻറ്റിൽ ഒരു ബൈക്ക് ഇല്ല, പക്ഷെ ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ഐ വിഷ് ഐ ഹാഡ് എ ബൈക്ക്, ഐ വിഷ് ഐ ഹാഡ് എ ബൈക്ക്. പ്രസൻറ്റ് മൊമെൻറ്റിലെ കാര്യമാണ് പറയുന്നത്, പക്ഷേ എന്താ ഉപയോഗിച്ചത്, ഹാവ് അല്ല ഹാഡ് ആണ് ഉപയോഗിച്ചത്. ഹാവ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫോമാണ് ഹാഡ്. അപ്പോൾ വേർബിൻ്റെ V2 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഐ വിഷ് ഐ ഹാഡ് എ ബൈക്ക് എന്ന് പറഞ്ഞാൽ ബൈക്ക് ഉണ്ടായിരുന്ന കാര്യമല്ല പറയുന്നത്, ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. അപ്പോൾ ഹാവ് ആയാലും ഹാസ് ആയാലും പാസ്റ്റ് സബ്ജക്റ്റീവ് മൂഡിൽ ഹാഡ് തന്നെ ഉപയോഗിക്കുക. അവൾക്ക് ഒരു വീടുണ്ട് എന്നെങ്ങനെ പറയും, ഷീ ഹാസ് എ ഹൗസ്. അവൾക്കൊരു വീടുണ്ട്, ഷീ ഹാസ് എ ഹൗസ്. ഹാസ് ആണ് നമ്മളവിടെ ഉപയോഗിച്ചത്. അവൾക്ക് ഒരു വീടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഷീ ഹാഡ് എ ഹൗസ്. നോക്കൂ, ഹാഡ് ഉപയോഗിച്ചു. അവൾക്കൊരു വീടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും നമുക്ക് പൊസസ് ചെയ്യുന്ന കാര്യം, നമുക്ക് സ്വന്തമായിട്ട് ഉള്ള ഒരു കാര്യം, അത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇതുപോലെ സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്നും ഉപയോഗിക്കാം. ഇതൊക്കെ സങ്കല്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവിടെയാണ് പാസ്റ്റ് സബ്ജക്റ്റീവ് മൂഡ് ഉപയോഗിക്കേണ്ടത്. ഐ വിഷ് ഐ ഹാഡ് എ ഡോഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഡോഗ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ എനിക്കൊരു ഡോഗ് ഇല്ല, ഒരു ഡോഗ് ഉണ്ടായിരുന്നെങ്കിൽ ഐ വിഷ് ഐ ഹാഡ് എ ഡോഗ്. ഐ വിഷ് ഷീ ഹാഡ് എ ഡോഗ്. ഐ വിഷ് ദേ ഹാഡ് എ ഡോഗ്. ഐ വിഷ് ഗീത ഹാഡ് എ ഡോഗ്. നോക്കൂ, എവിടെയും ഹാഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഗീതയ്ക്ക് ഒരു ഡോഗ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഗീത ഹാഡ് എ ഡോഗ്. അവന് ഒരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഹി ഹാഡ് എ ബൈക്ക്. എൻ്റെ ഫ്രണ്ട്സിന് നല്ല ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് മൈ ഫ്രണ്ട്സ് ഹാഡ് എ കാർ. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഹാഡ് തന്നെ ഉപയോഗിക്കുക. ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ്, പാസ്റ്റ് ടെൻസ് ഫോമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. V2 ഫോം ഓഫ് ദ വേർബ്. സ്റ്റേറ്റ് ഓഫ് പൊസിഷൻ നമുക്ക് ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് സബ്ജക്റ്റീവ് മൂഡാണെങ്കിൽ ഹാഡ് എന്ന വേർബാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ് കഴിഞ്ഞു, സ്റ്റേറ്റ് ഓഫ് പൊസിഷനും കഴിഞ്ഞു. ഇനി നമുക്ക് ആക്ഷൻ വേർബുകളും ആകാമല്ലോ. ഇപ്പം മഴയില്ല, മഴ പെയ്തിരുന്നെങ്കിൽ. ഇപ്പോൾ അവനിവിടെ വന്നിട്ടില്ല, അവനിവിടെ വന്നിരുന്നെങ്കിൽ. വരിക എന്നതൊരു ആക്ഷനല്ലേ, മഴ പെയ്യുക എന്നതൊരു ആക്ഷനല്ലേ. അപ്പോൾ ആക്ഷൻ വേർബിന് നമുക്ക് ഈ പാസ്റ്റ് സബ്ജക്റ്റീവ് മൂഡ് ഉപയോഗിക്കാം. ഇപ്പോൾ മഴ പെയ്യുന്നില്ല, പ്രസൻറ്റ് മൊമെൻറ്റിൽ മഴയൊന്നുമില്ല. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ് മഴ പെയ്തിരുന്നെങ്കിൽ.
ഐ വിഷ് ഇറ്റ് റെയിൻഡ്. നോക്കൂ, റെയിൻഡ്. റെയിൻ എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. V2 ഫോം ആണ് റെയിൻഡ്. ഐ വിഷ് ഇറ്റ് റെയിൻഡ് എന്നാണ് ഉപയോഗിക്കുന്നത്. മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഷീ കെയിം ഹിയർ. ഞാൻ ആഗ്രഹിക്കുന്നു അവൾ ഇവിടെ വന്നിരുന്നെങ്കിൽ. നോക്കൂ, ഷീ കെയിം. കം എന്നതിൻ്റെ V2 ഫോം പാസ്റ്റ് ടെൻസ് ആണ് കെയിം. അപ്പോൾ ഐ വിഷ് ഷീ കെയിം ഹിയർ. അവൾ ഇവിടെ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ദേ വെൻറ്റ് ദർ. അവർ അവിടെ പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പോയിട്ടില്ല, പക്ഷേ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ സങ്കല്പിക്കുകയാണ്, ഓ അവിടെ പോയിരുന്നെങ്കിൽ അവർ എന്ന്. ഐ വിഷ് ദേ വെൻറ്റ് ദർ. നോക്കൂ, വെൻറ്റ്, ഗോ എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വെൻറ്റ്. ഐ വിഷ് ഐ ന്യൂ ഹെർ നമ്പർ. ഞാൻ ആഗ്രഹിക്കുന്നു അവളുടെ നമ്പർ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന്. ഇപ്പോൾ ഫോൺ ചെയ്യാൻ നോക്കുമ്പോൾ നമ്പർ ഇല്ല. അപ്പോൾ ഐ വിഷ് ഐ ന്യൂ ഹെർ നമ്പർ. പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇല്ലാത്ത ഒരു കാര്യം പ്രസൻറ്റ് മൊമെൻറ്റിൽ നമുക്ക് അതൊരു ട്രൂത്ത് അല്ല, അതൊരു റിയാലിറ്റി അല്ല. അപ്പോൾ നമ്മൾ സങ്കല്പിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്ന്. അതാണ് പാസ്റ്റ് സബ്ജക്റ്റീവ് മോഡ്. ഇത് ഒരിക്കലും ട്രൂ ആയിട്ടുള്ള ഒരു കാര്യം, ഇറ്റ് കാൺ ബി ട്രൂ. അത് ട്രൂ ആകാനും സാധ്യതയില്ല. ഇപ്പോൾ നമ്പർ ഇല്ല, ഇപ്പോൾ വിളിക്കാൻ പറ്റുന്നില്ല എന്നത്. അപ്പോൾ ഐ വിഷ് ഐ ന്യൂ ഹെർ നമ്പർ. ന്യൂ എന്നത് നോ എന്ന വേർബിൻ്റെ സെക്കൻഡ് ഫോം പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ആ പാസ്റ്റ് സബ്ജക്റ്റീവ് മൂഡിൽ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ഓഫ് ദ വേർബ്, V2 ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കേണ്ടത്. പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡ് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, V1 ഫോമാണ് ഉപയോഗിച്ചത്, ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ്. ഇവിടെ സെക്കൻഡ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തത്, നമുക്ക് നമ്മുടെ എബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ പവർ ഒക്കെ പറയുമ്പോഴും ഈ പാസ്റ്റ് സബ്ജക്റ്റീവ് മോഡ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയില്ല, അത് ഒരു ഫാക്റ്റാണ്. അപ്പോൾ ഞാൻ ആശിച്ചു പോവുകയാണ്, എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. അതൊരു എബിലിറ്റി അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സമയം, ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഐ കാൺട്ട് ഡാൻസ്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ? ഐ വിഷ് ഐ കുഡ് ഡാൻസ്. നോക്കൂ, ക്യാൻ എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ്. ഐ കുഡ് ഡാൻസ്. ഐ വിഷ് ഐ കുഡ് ഡാൻസ്. എനിക്ക് പാടാൻ കഴിയില്ല, ഐ കാൺട്ട് സിങ്. അതാണ് റിയാലിറ്റി. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. ഐ വിഷ് ഐ കുഡ് സിങ്. നോക്കൂ, ഐ കുഡ് സിങ്, ഷീ കുഡ് സിങ്, വി കുഡ് സിങ്. അങ്ങനെ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും അവിടെ ഉപയോഗിക്കാം. അപ്പോൾ എബിലിറ്റി പറയുമ്പോൾ ക്യാൻ്റെ പാസ്റ്റ് ടെൻസ് ആയ കുഡ് ഉപയോഗിക്കാം. ബേർഡ്സിന് പറക്കാൻ കഴിയും, ബേർഡ്സ് ക്യാൻ ഫ്ലൈ. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്കും പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. ഐ വിഷ് ഐ കുഡ് ഫ്ലൈ. ഐ വിഷ് ഐ കുഡ് ഫ്ലൈ. ഇതുപോലെ വുഡ്, അതിൻ്റെ ഒപ്പവും നമുക്ക് ഈ പാസ്റ്റ് സബ്ജക്റ്റീവ് മൂഡ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ വിഷ് ദേ വുഡ് സ്റ്റോപ്പ് മേക്കിംഗ് നോയ്സ്. ഞാൻ ആഗ്രഹിക്കുകയാണ് ആ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആ ശബ്ദം സ്റ്റോപ്പ് ചെയ്തെങ്കിലോ എന്ന്. ഐ വിഷ് ദേ വുഡ് സ്റ്റോപ്പ് മേക്കിംഗ് നോയ്സ്. ദേ വുഡ് സ്റ്റോപ്പ് മേക്കിംഗ് നോയ്സ്. ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവർ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. അതാണ് ദേ വുഡ് സ്റ്റോപ്പ്. അത് വിൽ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, അപ്പോഴും അവിടെ വുഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ദേ വുഡ് സ്റ്റോപ്പ്. അപ്പോൾ ഇന്നത്തെ ലെസണിൽ നമ്മൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, അതുപോലെ സ്റ്റേറ്റ് ഓഫ് പൊസഷൻ, പിന്നെ ആക്ഷൻ, എബിലിറ്റി അല്ലെങ്കിൽ പവർ, ഇതൊക്കെ എങ്ങനെയാണ് പാസ്റ്റ് സബ്ജക്റ്റീവ് മോഡിൽ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് വേർബ് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? ഒന്നുകൂടി നമുക്ക് ആ സെൻറ്റൻസുകളൊന്ന് നോക്കാം. ഇപ്പോൾ ഐ ആം നോട്ട് ടോൾ. ഞാൻ ടോൾ അല്ല, ഞാൻ പൊക്കമുള്ള ആളല്ല. ഐ വിഷ് ഐ വേർ ടോൾ. ഇത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. നോക്കൂ, വേർ ഉപയോഗിച്ചു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിൽ. ഇനി അടുത്തത് സ്റ്റേറ്റ് ഓഫ് പൊസിഷൻ. ഐ ഡോണ്ട് ഹാവ് എ ബൈക്ക്. ഇപ്പോൾ എനിക്കൊരു ബൈക്ക് ഇല്ല. ഐ വിഷ് ഐ ഹാഡ് എ ബൈക്ക്. ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഒരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. നോക്കൂ, ഹാഡാണ് സ്റ്റേറ്റ് ഓഫ് പൊസിഷൻ ആയപ്പോൾ ഉപയോഗിച്ചത്. ഐ ഡോണ്ട് നോ ഫ്രഞ്ച്. എനിക്ക് ഫ്രഞ്ച് അറിയില്ല. അത് ഇപ്പോഴത്തെ കാര്യമാണ്. ഐ ഡോണ്ട് നോ ഫ്രഞ്ച്. ഐ വിഷ് ഐ ന്യൂ ഫ്രഞ്ച്. ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എനിക്ക് ഫ്രഞ്ച് അറിയാമായിരുന്നെങ്കിൽ എന്ന്.
ഐ ന്യൂ. നോക്കൂ, അവിടെ V2 ഫോം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി എബിലിറ്റി അല്ലെങ്കിൽ പവർ ഒക്കെ പറയുമ്പോൾ ഐ കാൺ സ്പീക്ക് ഫ്രഞ്ച്. എനിക്ക് ഫ്രഞ്ച് സംസാരിക്കാൻ കഴിയില്ല. ഐ വിഷ് ഐ കുഡ് സ്പീക്ക് ഫ്രഞ്ച്. എനിക്ക് ഫ്രഞ്ച് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ പാസ്റ്റ് സബ്ജക്റ്റീവ് മൂഡ് എന്താണ് എന്ന്.